ഗൈസ് വേറൊരു കോമഡി വെച്ചാൽ എൻ്റെ ക്ലയൻസും ഫാമിലീസും ഫ്രണ്ട്സും എന്നെ അറിയുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്നത് വെച്ചാൽ ഈ കോമ്പറ്റീഷന് ടൈറ്റിൽ വന്നിട്ട് ക്യാഷ് പ്രൈസ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ലേ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മെഡലിന് പുറമേ ഒന്നും കിട്ടിയോ എന്നോട് ചോദിക്കുന്നത്. അവിടുന്നാണെങ്കിൽ ഒരു പിണ്ണാക്കും കിട്ടിയിട്ടില്ല, ആകെ 2 മെഡൽ കിട്ടി, കപ്പ് അതന്നെ. അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞ് മടുത്ത് ഞാൻ. പിന്നെ എന്താ പറയുക, എല്ലാവരും ഒന്ന് ചോദിക്കുന്നത് ഇതാ എന്താ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് പറയാനും മടിയായി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാവരും കാണുന്നുണ്ടല്ലോ, ഡയറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിൽ ഇങ്ങോട്ടേക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഞാൻ മുന്നേ കോമ്പറ്റീഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്ലാനിൽ എത്തി. പിന്നെ എന്തായാലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് ഇറങ്ങാനുള്ള രീതിയിൽ മാത്രമേ പറയൂ. പിന്നെ മെഡൽ വന്ന് അത് സ്വാഭാവികം. ഞാനത്തെ അവസാനം നമുക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഏരിയ ചെയ്തു. പിന്നെ ഞാനൊരു ഫീൽഡിലായതുകൊണ്ട് എനിക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയും. പക്ഷേങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഈ ഫീൽഡിലല്ലാത്തതുകൊണ്ടാണ് അവർക്ക് വന്നിട്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ പല ആൾക്കാരും ഇങ്ങനെ മുന്നോട്ട് വരാത്തയും വലിയ ക്ലച്ച് പിടിക്കാത്തയും. ശരിക്കും എന്തെങ്കിലും വേണോ, ഞാൻ വിചാരിച്ചൊരു 30 പ്രോട്ടീൻ പൗഡറും കിട്ടുന്നു, അതും കിട്ടി. അത്ര പോലും പറയാം. അത് മാറ്റം വരേണ്ട കാര്യം തന്നെ ശരിക്കും ഈ ഫീൽഡിൽ. എന്നാലും ആൾക്കാർ പുതിയ ആൾക്കാർക്ക് വരും. ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കുക പോട്ടെ, കാറ്റഗറി അടിച്ചാൽ കൊടുക്കുന്നില്ലല്ലോ, ഓക്കെ എന്നിരിക്കാം. എല്ലാവരും കൊടുക്കുന്ന പോസിബിൾ ആണ്. പക്ഷേങ്കിൽ ടൈറ്റിൽ അടിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മാന്യമായ പരിപാടിയാണ്. ഇനി പിണ്ടോന്നും അറിയില്ല, കുറച്ച് കഴിഞ്ഞ് വിളിച്ച് തരുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുമെന്നു. എന്തൊക്കെ ആവട്ടെ, ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ചെയ്ത്. എന്നാൽ പോലും പറയാം.